എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ മൈൻഡിൻ്റെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നോട് പഠിക്കുന്നത് സ്പോർട്സുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യം പറയുന്ന ചോദ്യം ഇതാണ്: ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നതാണ്. എന്താണ്? ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അതിൽ ഒന്നാമത്തെ പ്രസ്താവന നോക്കിയേ. ഒളിമ്പിക്സ് സെമി ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് PT ഉഷ. ഒന്നാമത്തെ പ്രസ്താവന, ഒളിമ്പിക്സ് സെമി ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് PT ഉഷ. രണ്ടാമത്തെ പ്രസ്താവന, ബി പ്രസ്താവന എന്താണ്? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് CK ലക്ഷ്മണൻ. എന്താണ്? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് CK ലക്ഷ്മണൻ. മൂന്നാമത്തെ പ്രസ്താവന എന്താണ്? സി പ്രസ്താവന എന്താണ്? ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് PR ശ്രീജേഷ്. എന്താണ്? ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് PR ശ്രീജേഷ്. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായ പ്രസ്താവന എന്ന് നോക്കുക, അല്ലേ? നോക്കിയോണം, ശ്രദ്ധിച്ചോണം. ഒളിമ്പിക്സ് സെമി ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത PT ഉഷ. അത് ശരിയാണോ? ശരിയാണോ? അല്ല, അത് തെറ്റാണ്. അത് തെറ്റായ പ്രസ്താവനയാണ്. ഇനി ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് CK ലക്ഷ്മണൻ, അല്ലേ? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് CK ലക്ഷ്മണൻ. ആ പ്രസ്താവന ശരിയാണോ? ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. ഇനി സിയിലോട്ട് പോവാം. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് PR ശ്രീജേഷ്. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് PR ശ്രീജേഷ്. ആ പ്രസ്താവന ശരിയാണോ? തെറ്റാണ്. ആ പ്രസ്താവന ശരിയാണോ? തെറ്റാണ്. അപ്പോൾ നമുക്ക് ആൻസർ ഏതാണ്? ബി ആണ്. ശരിയായ പ്രസ്താവന ബി ആണ്. ഓക്കെ, അപ്പോൾ നോക്കിക്കണം. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാം. ഓക്കെ, ആദ്യം പറയുന്നത് ഒളിമ്പിക്സ് കേരളവുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ്. ഒളിമ്പിക്സ് കേരളവുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് നമ്മൾ ആദ്യം പറയുന്നത്. ആദ്യം പറയുന്നത് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി CK ലക്ഷ്മണൻ. നമ്മൾ പ്രസ്താവനയിൽ പറഞ്ഞു, ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് ആര്? CK ലക്ഷ്മണൻ. ആരാണ്? CK ലക്ഷ്മണൻ. ഏത് ഒളിമ്പിക്സിലാണ്? 1924 പാരീസ്. ഏതാണ്? 1924 പാരീസ് ഒളിമ്പിക്സിലാണ്. അദ്ദേഹം അത്ലറ്റാണ്. അദ്ദേഹം അത്ലറ്റാണ്. ആര്? നമ്മുടെ CK ലക്ഷ്മണൻ അത്ലറ്റാണ്. ഇനി ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത എന്ന് ചോദിച്ചാൽ PT ഉഷയാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ആരെന്ന് ചോദിച്ചാൽ ആരാണ്? PT ഉഷയാണ്. അത് ഏത് ഒളിമ്പിക്സ്? 1980 മോസ്കോ. ഏതാണ്? 1980 മോസ്കോ ഒളിമ്പിക്സിലാണ്. ഉഷയും എന്താണ്? അത്ലറ്റാണ്. എന്താണ്? അത്ലറ്റാണ്. ഇനി അടുത്ത, ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ, മറ്റത് സെമി ഫൈനൽ എന്നാണ് നമ്മുടെ പ്രസ്താവനയിൽ തന്നത് കേട്ടാ. ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത, ഇന്ത്യൻ വനിതയാണ് ആര്? PT ഉഷ. മറക്കരുത്, ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ആരെന്ന് പറയുന്നത്? PT ഉഷ. ഏത് ഒളിമ്പിക്സ്? 1984 ലോസ് ഏഞ്ചൽസ്. ഏതാണ്? 1984 ലോസ് ഏഞ്ചൽസ് ആണ്. ഇനി അടുത്ത് പറയുന്ന പോയിന്റ് എങ്ങനെയാണ്? ഉഷയ്ക്ക് വെങ്കല മെഡൽ നഷ്ടമായ ഒളിമ്പിക്സ്. PT ഉഷയ്ക്ക് വെങ്കല മെഡൽ നഷ്ടമായ ഒളിമ്പിക്സ് ഏത് എന്ന് ചോദിച്ചാൽ 1984 ലോസ് ഏഞ്ചൽസ് ആണ്. ഏതാണ്? 1984 ലോസ് ഏഞ്ചൽസ്. ഏതാണ്? 1984 ലോസ് ഏഞ്ചൽസ് ആണ്. മറക്കരുത്, അവിടെ ബാഴ്സലോണ എന്നുള്ളത് വെട്ടി നമ്മൾ ടൈപ്പ് ചെയ്തതിൻ്റെ മിസ്റ്റേക്കാണ്, സോറി കേട്ടോ. അപ്പോൾ 1984 ലോസ് ഏഞ്ചൽസ് ആണ് ഉഷയ്ക്ക് വെങ്കല മെഡൽ നഷ്ടമായത്. അപ്പോൾ ഒന്നും കൂടെ നോക്കിയോണം. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് CK ലക്ഷ്മണൻ. 1924 പാരീസ് ഒളിമ്പിക്സ്, 1924 പാരീസ് ഒളിമ്പിക്സ് ആണ്. 1924 പാരീസ് ഒളിമ്പിക്സ്. അദ്ദേഹം അത്ലറ്റാണ്. അതുപോലെ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിതയാണ് PT ഉഷ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിതയാണ് PT ഉഷ. ഏത് ഒളിമ്പിക്സ്? 1984 ലോസ് ഏഞ്ചൽസ്. ഏതാണ്? 1984 ലോസ് ഏഞ്ചൽസ്. അവരും അത്ലറ്റാണ്. ഇനി ഉഷയുടെ അടുത്ത പോയിന്റ് എന്താണ്? PT ഉഷയുടേത് ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത അല്ലെങ്കിൽ ഇന്ത്യൻ വനിതാ അത്ലറ്റ് എന്നും ചോദിക്കാം. വനിതാ അത്ലറ്റ് എന്നും ചോദിക്കാം. മറക്കരുത്, ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിതയെന്നോ ആദ്യ ഇന്ത്യൻ വനിതാ അത്ലറ്റ് എന്നോ ചോദിച്ചാൽ ആരാണ്? PT ഉഷയാണ്. ആരാണ്? PT ഉഷയാണ്. ഏത് ഒളിമ്പിക്സ്? 1984 ലോസ് ഏഞ്ചൽസ്. 84
ലോസ് ഏഞ്ചൽസ്. ഉഷയ്ക്ക് വെങ്കല മെഡൽ നഷ്ടമായ ഒളിമ്പിക്സ്. ഉഷയ്ക്ക് വെങ്കല മെഡൽ നഷ്ടമായ ഒളിമ്പിക്സ് ആണ് 1984 ലോസ് ഏഞ്ചൽസ്. 1984 ലോസ് ഏഞ്ചൽസ്. ബാഴ്സലോണ നോക്കരുത്, ബാഴ്സലോണ അല്ല, മറക്കരുത്, ബാഴ്സലോണ അല്ല, 1984 ലോസ് ഏഞ്ചൽസ്. 1984 ലോസ് ഏഞ്ചൽസ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ, ഇത് നോക്കിക്കോണം. നമുക്ക് അടുത്തതിലോട്ട് പോവാം. അടുത്തത് നോക്കിക്കോണം. അടുത്ത് പറയുന്ന പോയിന്റ് ഇങ്ങനെയാണ്: ഒളിമ്പിക്സ് സെമി ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത. എന്താണ്? ഒളിമ്പിക്സ് സെമി ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ഷൈനി വിൽസൺ. ആരാണ്? ഷൈനി വിൽസൺ. ആരാണ്? ഷൈനി വിൽസൺ. മറക്കരുത്, ഒളിമ്പിക്സ് സെമി ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ആരെന്ന് പറയുന്നത്? ഷൈനി വിൽസൺ എന്ന് പറയുന്നത്. ഏത് ഒളിമ്പിക്സിലാ? 1984 ലോസ് ഏഞ്ചൽസ്. 1984 ലോസ് ഏഞ്ചൽസ്. അവർ അത്ലറ്റ് ആണ്. അപ്പോൾ PT ഉഷയും ഫൈനലിലെത്തിയത് 84 ലോസ് ഏഞ്ചൽസിലാണ്. ഷൈനി വിൽസൺ സെമി ഫൈനലിലെത്തിയത് 84 ലോസ് ഏഞ്ചൽസിലാണ്. 84 ലോസ് ഏഞ്ചൽസിൽ ആദ്യമായി മത്സരിക്കാൻ ഇറങ്ങുന്ന ഷൈനി സെമി ഫൈനലിലെത്തുകയും സെമി ഫൈനൽ പുറത്താകുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടാണ് 400 മീറ്റർ ഹഡിൽസിൽ PT ഉഷ വരുന്നത്. PT ഉഷ സെമി ഫൈനലിലെത്തി. നേരത്തെ ആര് പോയി സെമി ഫൈനലിൽ? നമ്മുടെ ഷൈനി വിൽസൺ പുറത്തായി. അപ്പോൾ PT ഉഷയ്ക്ക് അങ്ങനെ പോയിന്റ് പറയാൻ പറ്റത്തില്ല. സെമി ഫൈനലിലെത്തി ആദ്യ ഇന്ത്യൻ വനിതയാണ് PT ഉഷ എന്ന് പറയാൻ പറ്റത്തില്ല. PT ഉഷ എവിടെ എത്തി? ഫൈനലിലെത്തി. അപ്പോൾ ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത PT ഉഷ, സെമി ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഷൈനി വിൽസൺ. രണ്ടുപേരും 84 ലോസ് ഏഞ്ചൽസ് ആണ്. ഇനി ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തിയ ആദ്യ ഇന്ത്യൻ വനിത. എന്താണ്? ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തിയ ആദ്യ ഇന്ത്യൻ വനിത. ഒന്നുകൂടെ പറയാം. ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ആര്? ഷൈനി വിൽസൺ. ആര്? ഷൈനി വിൽസൺ. അത് ഏത് ഒളിമ്പിക്സ് ആണ്? 1992 ബാഴ്സലോണ. ഏതാണ്? 1992 ബാഴ്സലോണ. ഏതാണ്? 1992 ബാഴ്സലോണയാണ്. അടുത്ത, ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യ ഇന്ത്യൻ വനിത. ഇന്ത്യൻ പതാക ഏന്തുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ടീമിനെ നയിക്കുക എന്നും കൂടി അർത്ഥമുണ്ട് കേട്ടാ. അപ്പോൾ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യ ഇന്ത്യൻ വനിത. ഒന്നുകൂടെ പറയാം. ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യ ഇന്ത്യൻ വനിതയാണ് ആര്? ഷൈനി വിൽസൺ. ആര്? ഷൈനി വിൽസൺ. ഏത് ഒളിമ്പിക്സ്? 1992 ബാഴ്സലോണ. ഏതാണ്? 1992 ബാഴ്സലോണയാണ്. ഇനി അടുത്ത് പറയുന്നത്, ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി. നമ്മൾ പ്രസ്താവനയിൽ തന്നത് PR ശ്രീജേഷ് എന്നാണ്. അല്ല, ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി ആര് എന്ന് ചോദിച്ചാൽ മാനുവൽ ഫെഡറിക് ആണ്. ആരാണ്? മാനുവൽ ഫെഡറിക്. ആരാണ്? മാനുവൽ ഫെഡറിക് ആണ്. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി മാനുവൽ ഫെഡറിക് ആണ്. ഏത് ഒളിമ്പിക്സ് എന്ന് ചോദിച്ചാൽ 1972 മ്യൂണിക്. 1972 മ്യൂണിക്. 1972 മ്യൂണിക് എന്നോ മ്യൂണിച്ച് എന്നോ കാണും കേട്ടാ. 1972 മ്യൂണിക്. ജർമ്മനിയിലെ ഒരു നഗരമാണ് മ്യൂണിക് എന്ന് പറയുന്നത് കേട്ടാ. അപ്പോൾ ഈ മാനുവൽ ഫെഡറിക്കിന്റെ കായിക ഇനം ചോദിച്ചാൽ ഏതാണ്? ഹോക്കിയാണ്. ഏതാണ്? ഹോക്കിയാണ്. ഏതാണ്? ഹോക്കിയാണ്. അപ്പം മറക്കരുത്. ഈ സ്ലൈഡിൽ പറഞ്ഞ പോയിന്റ് നമുക്ക് ഒന്നും കൂടെ ആവർത്തിക്കാം. എന്താണ് നമ്മൾ പറഞ്ഞത്? ഒളിമ്പിക്സ് സെമി ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത. ഒന്നും കൂടെ, ഒളിമ്പിക്സ് സെമി ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ഷൈനി വിൽസൺ. ഷൈനി വിൽസൺ. ഏത് ഒളിമ്പിക്സ്? 1984 ലോസ് ഏഞ്ചൽസ്. 1984 ലോസ് ഏഞ്ചൽസ് ആണ്. അത്ലറ്റ് ആണ് ഷൈനി വിൽസൺ. അത്ലറ്റ് ആണ്. അടുത്ത പോയിന്റ്, ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തിയ ആദ്യ ഇന്ത്യൻ വനിത. എങ്ങനെ പറയണം? ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ആര്? ഷൈനി വിൽസൺ. ഏത് ഒളിമ്പിക്സ്? 1992 ബാഴ്സലോണ. ഏതാണ്? 1992 ബാഴ്സലോണ. അടുത്ത പോയിന്റ് എങ്ങനെയാണ്? ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യ ഇന്ത്യൻ വനിത. എങ്ങനെ? ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യ ഇന്ത്യൻ വനിതയുമാരാണ്? ഷൈനി വിൽസൺ. ആരാണ്? ഷൈനി വിൽസൺ. ഏത് ഒളിമ്പിക്സ്? 1992 ബാഴ്സലോണ. 1992 ബാഴ്സലോണ. അടുത്തെന്താണ്? ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി. എന്താണ്? ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫെഡറിക്. ആരാണ്? മാനുവൽ ഫെഡറിക് ആണ്. ഏത് ഒളിമ്പിക്സ്? 1972 മ്യൂണിക്. ഏതാണ്? 1972 മ്യൂണിക്. മാനുവൽ ഫെഡറിക്കിന്റെ കായിക ഇനം ചോദിച്ചാൽ ഹോക്കിയാണ്. ഏതാണ്?
ഹോക്കിയാണ്, മറക്കരുത്. ഓക്കെ ഓക്കെ ഇത് നോക്കിയാണ്. ഇനി അടുത്ത് പറയുന്ന പോയിന്റ് PR ശ്രീജേഷുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തെന്താണ്? PR ശ്രീജേഷുമായി ബന്ധപ്പെട്ടാണ്. ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളി, അതായത് ക്യാപ്റ്റനായ മലയാളി എന്നാണ്. ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളി എന്താണ്? ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളിയാണ് PR ശ്രീജേഷ്. ആരാണ്? PR ശ്രീജേഷ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഹോക്കി താരമാണ് അല്ലേ? ഏത് ഒളിമ്പിക്സ്? 2016 റിയോ. ഏതാണ്? 2016 റിയോ. ഏതാണ്? 2016 റിയോ ഒളിമ്പിക്സ് ആണ്. ഓക്കെ, മറക്കരുത്. ഇനി ശ്രീജേഷിന്റെ അടുത്ത പോയിന്റ് ഇങ്ങനെയാണ്: ഒളിമ്പിക്സിൽ മെഡൽ നേടിയ രണ്ടാമത്തെ മലയാളി. എങ്ങനെയാണ്? ഒളിമ്പിക്സിൽ മെഡൽ നേടിയ രണ്ടാമത്തെ മലയാളി. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ രണ്ടാമത്തെ മലയാളിയാണ് ആര്? PR ശ്രീജേഷ്. ആരാണ്? PR ശ്രീജേഷ്. ഏത് ഒളിമ്പിക്സ് എന്ന് ചോദിച്ചാൽ 2020 ടോക്കിയോ. ഏത് ഒളിമ്പിക്സാ? 2020 ടോക്കിയോ. ഇനി മാനുവൽ ഫെഡറിക്കും ആദ്യമായി മെഡൽ നേടിയ മലയാളിയാണ്. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ മലയാളിയാണ് മാനുവൽ ഫെഡറിക്, ഹോക്കി താരം. ഈ മാനുവൽ ഫെഡറിക്കും PR ശ്രീജേഷും നേടിയത് വെങ്കല മെഡലുകളാണ്. ഏത് മെഡലുകളാണ്? വെങ്കല മെഡലുകളാണ് നേടിയത്, മറക്കരുത്. ഓക്കെ, അപ്പോൾ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ രണ്ടാമത്തെ മലയാളിയാണ് PR ശ്രീജേഷ്. 2020 ടോക്കിയോ ഒളിമ്പിക്സ് ആണ്. ശ്രീജേഷിന്റെ അടുത്ത പോയിന്റ് ഇങ്ങനെയാണ്: തുടർച്ചയായി ഒളിമ്പിക്സുകളിൽ മെഡൽ നേടിയ ആദ്യ മലയാളി. ആ പോയിന്റ് എഴുതിയിട്ടില്ല, നോക്കിക്കോണം, എൻ്റെ പോയിന്റ് ശ്രദ്ധിക്കുക. തുടർച്ചയായി ഒളിമ്പിക്സുകളിൽ മെഡൽ നേടിയ ആദ്യ മലയാളി. ഒന്നുകൂടെ പറയാം: തുടർച്ചയായി ഒളിമ്പിക്സുകളിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് PR ശ്രീജേഷ്. ഒന്നുകൂടെ പറയാം: തുടർച്ചയായി ഒളിമ്പിക്സുകളിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് ആര്? PR ശ്രീജേഷ്. ഏതൊക്കെ ഒളിമ്പിക്സുകൾ എന്ന് ചോദിച്ചാൽ 2020 ടോക്കിയോ, 2024 പാരീസ്. ഏതൊക്കെയാണ്? 2020 ടോക്കിയോ, 2024 പാരീസ് ഒളിമ്പിക്സ് ആണ്. രണ്ടിലും വെങ്കല മെഡലാണ് ശ്രീജേഷ് നേടിയത്, മറക്കരുത്. ഇനി അടുത്ത് പറയുന്നത് യൂത്ത് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി. എന്താണ്? യൂത്ത് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി. എന്താണ്? യൂത്ത് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് HS പ്രണോയ്. ബാഡ്മിന്റൺ താരമായ HS പ്രണോയ്. ആരാണ്? HS പ്രണോയ് ആണ് യൂത്ത് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി. ഏത് യൂത്ത് ഒളിമ്പിക്സ് എന്ന് ചോദിച്ചാൽ 2010 സിംഗപ്പൂർ. ഏതാണ്? 2010 സിംഗപ്പൂർ യൂത്ത് ഒളിമ്പിക്സ്. ഏതാണ്? 2010 സിംഗപ്പൂർ യൂത്ത് ഒളിമ്പിക്സിലാണ്, മറക്കരുത്. ഇനി അതേപോലെ തന്നെ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി നീന്തൽ താരം. എന്താണ്? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി നീന്തൽ താരം. ഒന്നുകൂടെ പറയാം: ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി നീന്തൽ താരമാണ് സെബാസ്റ്റ്യൻ സേവിയർ. ആരാണ്? സെബാസ്റ്റ്യൻ സേവിയർ. ആരാണ്? സെബാസ്റ്റ്യൻ സേവിയർ. ഏത് ഒളിമ്പിക്സ് എന്ന് ചോദിച്ചാൽ 1996 അറ്റ്ലാന്റ. ഏതാണ്? 1996 അറ്റ്ലാന്റ. ഏതാണ്? 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സ് ആണ്, മറക്കരുത്. ഈ സ്ലൈഡിൽ പറഞ്ഞ പോയിന്റ് നമുക്ക് ഒന്നും കൂടെ ആവർത്തിക്കാം. എന്താണ് നമ്മൾ പറഞ്ഞത്? ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളി. ഒന്നുകൂടെ പറയാം: ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളിയാണ് PR ശ്രീജേഷ്. ഏത് ഒളിമ്പിക്സ് എന്ന് ചോദിച്ചാൽ 2016 റിയോ. ഏതാണ്? 2016 റിയോ ഒളിമ്പിക്സ് ആണ്. അടുത്ത ശ്രീജേഷിന്റെ പോയിന്റ് എന്താണ്? ഒളിമ്പിക്സിൽ മെഡൽ നേടിയ രണ്ടാമത്തെ മലയാളി. എന്താണ്? ഒളിമ്പിക്സിൽ മെഡൽ നേടിയ രണ്ടാമത്തെ മലയാളിയാണ് ആര്? PR ശ്രീജേഷ്. ഏത് ഒളിമ്പിക്സ്? 2020 ടോക്കിയോ. ഏതാണ്? 2020 ടോക്കിയോ. ശ്രീജേഷിന്റെ ഒരു പോയിന്റ് നമ്മൾ അല്ലാതെ പറഞ്ഞു. എങ്ങനെയാണ്? തുടർച്ചയായി ഒളിമ്പിക്സുകളിൽ മെഡൽ നേടിയ ആദ്യ മലയാളി. എങ്ങനെയാണ്? തുടർച്ചയായി ഒളിമ്പിക്സുകളിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് ആര്? PR ശ്രീജേഷ്. ഏതൊക്കെ ഒളിമ്പിക്സുകൾ? 2020 ടോക്കിയോ, 2024 പാരീസ്. ഏതൊക്കെയാണ്? 2020 ടോക്കിയോ, 2024 പാരീസ് ആണ്. ഇനി അടുത്ത് പറഞ്ഞ പോയിന്റ് എങ്ങനെയാണ്? യൂത്ത് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി. ഒന്നുകൂടെ പറയാം: യൂത്ത് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് HS പ്രണോയ്. ആരാണ്? HS പ്രണോയ്. ഏത് യൂത്ത് ഒളിമ്പിക്സ് എന്ന് ചോദിച്ചാൽ 2010 സിംഗപ്പൂർ. ഏതാണ്? 2010 സിംഗപ്പൂർ. HS പ്രണോയുടെ കായിക ഇനം ഏതെന്ന് ചോദിച്ചാൽ ബാഡ്മിന്റൺ ആണ്. ഏതാണ്? ബാഡ്മിന്റൺ ആണ്.
അടുത്തെന്താണ് പറഞ്ഞത്? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി നീന്തൽ താരം. എങ്ങനെയാണ്? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി നീന്തൽ താരമാണ് ആരെന്ന് പറയുന്നത്? സെബാസ്റ്റ്യൻ സേവിയർ. ആരാണ്? സെബാസ്റ്റ്യൻ സേവിയർ. ഏത് ഒളിമ്പിക്സ്? 1996 അറ്റ്ലാന്റ. ഏതാണ്? 1996 അറ്റ്ലാന്റ. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. ഇനി നോക്കണം അടുത്ത് പറയുന്ന പോയിന്റ്. ഒന്നിൽ കൂടുതൽ ഒളിമ്പിക്സ് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ഗോൾ കീപ്പർ. എന്താണ്? ഒന്നിൽ കൂടുതൽ ഒളിമ്പിക്സ് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ഗോൾ കീപ്പർ. ഒന്നുകൂടെ പറയാം. ഒന്നിൽ കൂടുതൽ ഒളിമ്പിക്സ് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ഗോൾ കീപ്പർ ആര് എന്ന് ചോദിച്ചാൽ SS നാരായണൻ. ആരാണ്? SS നാരായണൻ. ആരാണ്? SS നാരായണൻ. ഏതൊക്കെ ഒളിമ്പിക്സുകൾ എന്ന് ചോദിച്ചാൽ 1952 ഹെൽസിങ്കി. ഏതാണ്? 1952 ഹെൽസിങ്കി. അടുത്തത് 1956 മെൽബൺ. അടുത്ത ഏതാണ്? 1956 മെൽബൺ. 56 മെൽബൺ. മറക്കരുത്. അപ്പോൾ SS നാരായണൻ എന്ത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. എന്നാൽ ഒരു SL നാരായണനുണ്ട്. SL നാരായണൻ. ആ SL നാരായണൻ ചെസ്സുമായി ബന്ധപ്പെട്ട മലയാളിയാണ്. SL നാരായണൻ ചെസ്സാണ്. മറക്കരുത്. ഇത് SS നാരായണനാണ്. ഓക്കെ. ഇനി അടുത്ത് പറയുന്ന പോയിന്റ് ഇങ്ങനെയാണ്. ഒളിമ്പിക്സ് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി. എന്താണ്? ഒളിമ്പിക്സ് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി. എന്താണ്? ഒളിമ്പിക്സ് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് TM വർഗീസ്. 1948 ലണ്ടൻ ഒളിമ്പിക്സ്. ഏതാണ്? TM വർഗീസ്. 1948 ലണ്ടൻ ഒളിമ്പിക്സ്. ഏതാണ്? TM വർഗീസ്. 1948 ലണ്ടൻ ഒളിമ്പിക്സ് ആണ്. അപ്പൊ നോക്കിക്കോണം. ഇത്രയും പറഞ്ഞ പോയിന്റ് ഒന്നും കൂടെ നോക്കണം. 2 പോയിന്റ്. എന്താണ്? ഒന്നിൽ കൂടുതൽ ഒളിമ്പിക്സ് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ഗോൾ കീപ്പർ. ഒന്നുകൂടെ പറയാം. ഒന്നിൽ കൂടുതൽ ഒളിമ്പിക്സ് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ഗോൾ കീപ്പറാണ് SS നാരായണൻ. ഏതൊക്കെ ഒളിമ്പിക്സ്? 1952 ഹെൽസിങ്കി, 1956 മെൽബൺ. ഒന്നുകൂടെ പറയാം. 1952 ഹെൽസിങ്കി, 1956 മെൽബൺ. അടുത്ത് പറഞ്ഞ പോയിന്റ് എങ്ങനെയാണ്? ഒളിമ്പിക്സ് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി. എന്താണ്? ഒളിമ്പിക്സ് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് TM വർഗീസ്. ആരാണ്? TM വർഗീസ്. ഏത് ഒളിമ്പിക്സ്? 1948 ലണ്ടൻ. 1948 ലണ്ടൻ. ഈ TM വർഗീസിന്റെ ഫുൾ നെയിം എന്തെന്ന് ചോദിച്ചാൽ തെന്മാൻഡം മാത്യു വർഗീസ് എന്നാണ്. ഏതാണ്? തെന്മാൻഡം മാത്യു വർഗീസ്. എന്താണ്? തെന്മാൻഡം മാത്യു വർഗീസ് എന്നാണ് ഇതിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. മറക്കരുത്. പോയിന്റുകൾ പഠിക്കുക. ഓക്കെ, ശരി. ഇനി നമ്മൾ അടുത്ത ചോദ്യമാണ്. അടുത്ത ചോദ്യം. മിൽഖാ സിംഗിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതെന്നാണ്. അപ്പം മിൽഖാ സിംഗിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റേതെന്നാണ്. തെറ്റേത്? മിൽഖാ സിംഗുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന നോക്കണം. എന്താണ്? പറക്കും സിംഗ് എന്നറിയപ്പെടുന്നു. എന്താണ്? പറക്കും സിംഗ് എന്നറിയപ്പെടുന്നു. B എന്താണ്? ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ. എന്താണ്? ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനാണ് ആരെന്ന് പറയുന്നത്? മിൽഖാ സിംഗ് എന്ന് പറയുന്ന രണ്ടാമത്തെ പ്രസ്താവന. മൂന്നാമത്തെ പ്രസ്താവന എന്താണ്? 1960 റോം ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടി. 1960 റോം ഒളിമ്പിക്സിൽ മിൽഖാ സിംഗ് വെങ്കല മെഡൽ സ്വന്തമാക്കി അഥവാ നേടി എന്ന് പറയുന്നു. ഇനി D എന്ന് പറയുന്ന പ്രസ്താവന ഏതാണ്? 1959 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 1959 പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചു മിൽഖാ സിംഗിനെ. അപ്പൊ ഇതിൽ ഏതാണ് തെറ്റ് എന്ന് നോക്കണം. നമ്മൾ ഓപ്ഷൻ A പറഞ്ഞു. എന്താണ്? പറക്കും സിംഗ് എന്നറിയപ്പെടുന്നു. അത് ശരിയാണ് അല്ലേ? അത് ശരിയാണ്. നമുക്ക് വേണ്ടത് തെറ്റായ പ്രസ്താവനയാണ് വേണ്ടത്. അപ്പൊ അത് ശരിയാണ്. അത് എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. ഇനി ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ. അപ്പൊ നോക്കണം ബ്രോ. നമ്മൾ PT ഉഷ നമ്മൾ പറഞ്ഞില്ലേ ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിതയെന്നോ ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത അത്ലറ്റ് എന്നോ ചോദിച്ചാൽ വനിത
അത്ലറ്റ് എന്ന് ചോദിച്ചാൽ PT ഉഷയാണ്. എന്നാൽ ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ അത്ലറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മിൽഖ സിംഗ് ആണ്. അതേ ചോദ്യമാണ്. ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ മിൽഖ സിംഗ് ആണ്. അപ്പോൾ അതും എന്താണ്? ശരിയാണ്. നമുക്ക് വേണ്ടത് തെറ്റായ പ്രസ്താവന എന്നാണ് കേട്ടാ. അപ്പോൾ നോക്കിയാണ് 1960 റോം ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ സ്വന്തമാക്കി ആര്? മിൽഖ സിംഗ്. അപ്പോൾ 1960 റോം ഒളിമ്പിക്സിൽ ഫൈനലിലെത്തി മിൽഖ സിംഗ്. പക്ഷെ എന്ത് നേടിയിട്ടില്ല? വെങ്കല മെഡൽ നേടിയിട്ടില്ല. അപ്പോൾ ഇതാണ് തെറ്റായ പ്രസ്താവന. നമ്മുടെ ശരിയായ ഉത്തരം ഇതാണ് ഒന്ന്. ഓക്കെ, ഇനി ലാസ്റ്റ് പറഞ്ഞത് എന്താണ്? 1959 പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചു. ആ പ്രസ്താവനയും ശരിയാണ്. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവന ഏത്? മിൽഖ സിംഗുമായി ഓപ്ഷൻ സി ആണ്. ഏതാണ്? സി ആണ് തെറ്റ്. സി ആണ് ഏത്? തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഏതാണ്? സി ആണ്. മറക്കരുത്. ഓക്കെ, ശരി. ഇനി നോക്കിയാണ് നമുക്ക് മിൽഖ സിംഗുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ് നമുക്ക് പറയാം. നോക്കിയാണ് മിൽഖ സിംഗ് ജനിച്ചത്, ജനനം എന്നു ചോദിച്ചാൽ 1929 നവംബർ 20 എന്നാണ്. 1929 നവംബർ 20 ആര് ജനിച്ചു? മിൽഖ സിംഗ് ജനിച്ചു. ഇനി മരണം, മിൽഖ സിംഗ് മരിച്ചത്, ഇയർ പ്രീവിയസ് ചോദ്യമാണ്. ഇയർ മരിച്ചത് 2021 ജൂൺ 18 എന്നാണ്. 2021 ജൂൺ 18 മിൽഖ സിംഗ് മരിച്ചത്. ഓക്കെ, ഇനി ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ അത്ലറ്റ് നമ്മൾ പറഞ്ഞു, പ്രസ്താവനയിൽ ശരിയെന്ന് പറഞ്ഞു അല്ലേ. നമുക്ക് തെറ്റായതാണ് വേണ്ടതെന്നാണ് അതിൽ പറഞ്ഞത്. അപ്പോൾ ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ അത്ലറ്റ്, ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ അത്ലറ്റ് ആണ് ആരെന്ന് പറയുന്നത്? മിൽഖ സിംഗ്. ഏത് ഒളിമ്പിക്സ്? 1960 റോം. ഏതാണ്? 1960 റോം ഒളിമ്പിക്സിലാണ് ഫൈനലിലെത്തിയത്. അതുപോലെ തന്നെ മിൽഖ സിംഗിന് വെങ്കല മെഡൽ നഷ്ടമായ ഒളിമ്പിക്സ് നമ്മൾ പറഞ്ഞു 60 എവിടെ എത്തി? ഫൈനലിലെത്തി. എന്നാൽ എന്ത് നഷ്ടപ്പെട്ടു? വെങ്കല മെഡൽ നഷ്ടപ്പെട്ടു. 4ാം സ്ഥാനമാണ് അദ്ദേഹം എത്തിയത്. 3ാം സ്ഥാനം എത്തിയിരുന്നെങ്കിൽ വെങ്കല മെഡൽ കിട്ടിയേനെ. അപ്പോൾ മിൽഖ സിംഗിന് വെങ്കല മെഡൽ നഷ്ടമായ ഒളിമ്പിക്സ് എന്ന് ചോദിച്ചാൽ ഏതാണ്? 1960 റോമാണ്. ഏതാണ്? 1960 റോമാണ്. മിൽഖ സിംഗിന് വെങ്കല മെഡൽ നഷ്ടമായ ഒളിമ്പിക്സ് ഏതാണ്? 1960 റോമാണ്. അതുപോലെ തന്നെ പറക്കും സിംഗ് എന്നറിയപ്പെടുന്നു, ഫ്ലൈയിങ് സിംഗ് അഥവാ പറക്കും സിംഗ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? മിൽഖ സിംഗ് എന്ന് പറയുന്നത്. മറക്കരുത്, മിൽഖ സിംഗ് ഫ്ലൈയിങ് സിംഗ് അഥവാ പറക്കും സിംഗ് എന്നറിയപ്പെടുന്നു. മിൽഖ സിംഗിന്റെ ആത്മകഥയാണ് ദ റേസ് ഓഫ് മൈ ലൈഫ്. മിൽഖ സിംഗിന്റെ ആത്മകഥ ഏതാണ്? ദ റേസ് ഓഫ് മൈ ലൈഫ്. ആത്മകഥ ഏതാണ്? ദ റേസ് ഓഫ് മൈ ലൈഫ്. അപ്പോൾ നോക്കിയോണം, ഒന്നുകൂടെ പറയാം. മിൽഖ സിംഗുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ്. മിൽഖ സിംഗ് ജനിച്ചതെന്നാണ് 1929 നവംബർ 20, 29 നവംബർ 20. മരണം എന്നാണ് 2021 ജൂൺ 18. 2021 ജൂൺ 18 അന്തരിച്ചു മിൽഖ സിംഗ്. അതുപോലെ തന്നെ ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ അത്ലറ്റ്, ഒന്നുകൂടെ പറയാം. ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ അത്ലറ്റ് ആണ് മിൽഖ സിംഗ്. ഏത് ഒളിമ്പിക്സ്? 1960 റോം. 1960 റോം. അതുപോലെ തന്നെ മിൽഖ സിംഗിന് വെങ്കല മെഡൽ നഷ്ടമായ ഒളിമ്പിക്സ്, മിൽഖ സിംഗിന് വെങ്കല മെഡൽ നഷ്ടമായ ഒളിമ്പിക്സ് ആണ് 1960 റോം. ഏതാണ്? 1960 റോം. അതുപോലെ തന്നെ പറക്കും സിംഗ് എന്നറിയപ്പെടുന്നു. എങ്ങനെ അറിയപ്പെടുന്നു? പറക്കും സിംഗ് എന്നറിയപ്പെടുന്നത് മിൽഖ സിംഗ് ആണ്. മിൽഖ സിംഗിന്റെ ആത്മകഥ ഏതാണ്? ദ റേസ് ഓഫ് മൈ ലൈഫ്. ഏതാണ്? ദ റേസ് ഓഫ് മൈ ലൈഫ് ആണ് മിൽഖ സിംഗിന്റെ ആത്മകഥ. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നോക്കിയാണ് അടുത്ത മിൽഖ സിംഗിന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ സിനിമ. മിൽഖ സിംഗിന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ സിനിമയുടെ പേരാണ് ഭാഗ് മിൽഖ ഭാഗ്. ഏതാണ്? ഭാഗ് മിൽഖ ഭാഗ്. ഓക്കെ, മിൽഖ സിംഗിന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ സിനിമയാണ് ഭാഗ് മിൽഖ ഭാഗ്. ഏതാണ്? ഭാഗ് മിൽഖ ഭാഗ്. മറക്കരുത്. ഇത് സംവിധാനം ചെയ്തത്, ഈ ഭാഗ് മിൽഖ ഭാഗ് എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ രാകേഷ് ഓം പ്രകാശ് മെഹ്റ. ആരാണ്? രാകേഷ് ഓം പ്രകാശ് മെഹ്റ. ആരാണ്? രാകേഷ് ഓം പ്രകാശ് മെഹ്റയാണ് ഇതെന്ത് ചെയ്തത്? സംവിധാനം ചെയ്തത്. എന്നാൽ ഇതിൽ മിൽഖ സിംഗായി അഭിനയിച്ച വ്യക്തിയാണ് ഫർഹാൻ അക്തർ. ആരാണ്? ഫർഹാൻ അക്തർ. ആരാണ്?
ഫർഹാൻ അക്തറാണ് ഇതിൽ മിൽഖ സിംഗായി അഭിനയിച്ചത്. പിന്നെ നമ്മൾ പറഞ്ഞു രാജ്യം 1959 എന്ത് നൽകി? പത്മശ്രീ നൽകി ആദരിച്ചു മിൽഖ സിംഗിനെ. 1959 എന്ത് നൽകി? പത്മശ്രീ നൽകി ആദരിച്ചു. മിൽഖ സിംഗിനെ പത്മശ്രീ നൽകി ആദരിച്ചു. ഓക്കെ, അപ്പോൾ നോക്കിയോണം, ഇതിൽ പറഞ്ഞ പോയിന്റ് ഒന്നും കൂടെ ശ്രദ്ധിച്ചോണം. എന്താണ് പറഞ്ഞത്? മിൽഖ സിംഗിന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ സിനിമയുടെ പേരാണ് ഭാഗ് മിൽഖ ഭാഗ്. ഏതാണ്? ഭാഗ് മിൽഖ ഭാഗ്. ഈ ഭാഗ് മിൽഖ ഭാഗ് എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ രാകേഷ് ഓം പ്രകാശ് മെഹ്റ. ആരാണ്? രാകേഷ് ഓം പ്രകാശ് മെഹ്റയാണ്. ഇതിൽ മിൽഖ സിംഗായി അഭിനയിച്ച വ്യക്തിയാണ് ഫർഹാൻ അക്തർ. ആരാണ്? ഫർഹാൻ അക്തർ. ആരാണ്? ഫർഹാൻ അക്തർ. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ മിൽഖ സിംഗുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റാണ് നമ്മൾ ചോദ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നോക്കിയാണ്, ഇനി അടുത്ത ചോദ്യം ഇതാണ്. അടുത്ത ചോദ്യം, ഏഷ്യൻ ഗെയിംസിന് ഇന്ത്യ വേദിയായ വർഷങ്ങൾ. ഏതാണ്? ഏഷ്യൻ ഗെയിംസിന് ഇന്ത്യ വേദിയായ വർഷങ്ങളാണ്. നോക്കണം. ഓപ്ഷൻ 1 1947, 2 1951, 3 1970, 4 1982 ആണ്. അപ്പോൾ നോക്കണം, 1 1947 ഉത്തരം തെറ്റാണ് അല്ലേ? ഇനി നോക്കിയാണ്, 2 1951. ഏഷ്യൻ ഗെയിംസ് ആരംഭിക്കുന്നത് 1951. ഏഷ്യൻ ഗെയിംസ് ആരംഭിക്കുന്നത് 1951. 51. എവിടെ വെച്ച്? ന്യൂഡൽഹി. അപ്പോൾ എവിടെയാണ്? ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയിൽ വെച്ച് നടന്ന ഒരു ഏഷ്യൻ ഗെയിംസ് എന്നാണ് വേദിയായത്? 1951. ഇനി 1970 ഏഷ്യൻ ഗെയിംസ് എന്ത് ചെയ്തിട്ടില്ല? നടന്നിട്ടില്ല. 1954, 58, 62, 70 നടന്നിട്ടുണ്ട്. 70 ബാങ്കോക്ക് നടന്നിട്ടുണ്ട്. പക്ഷെ അത് ബാങ്കോക്കിൽ വെച്ചാണ്. അതും ഉത്തരം തെറ്റാണ്. ഇനി 1982 ഏഷ്യൻ ഗെയിംസ് നടന്നത് ന്യൂഡൽഹി വെച്ചാണ്. എവിടെ വെച്ചാണ്? ന്യൂഡൽഹി വെച്ചാണ്. അപ്പോൾ നോക്കിയോണം, ഏഷ്യൻ ഗെയിംസിന് ഇന്ത്യ വേദിയായ വർഷങ്ങൾ ഏതൊക്കെയാണ്? 1951, 1982. 2ഉം 4ഉമാണ് ശരി. 2ഉം 4ഉമാണ് ശരി. ഓക്കെ. ഇനി നോക്കിയാണ്, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് പോയിന്റ് നോക്കാം. ആദ്യം പറയുന്ന പോയിന്റ്, ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് ഗുരുദത്ത് സോന്തി. ആരാണ്? ഗുരുദത്ത് സോന്തിയാണ് ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ്. ആര്? ഗുരുദത്ത് സോന്തിയാണ് ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ്. ഇനി അതേപോലെ ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക നാമം ഏതെന്ന് ചോദിച്ചാൽ ഏഷ്യാഡ് എന്നാണ്. ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക നാമം എന്താണ്? ഏഷ്യാഡ്. എന്താണ്? ഏഷ്യാഡ് എന്നാണ്. അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസ് നടന്ന വർഷം ഏതാണ്? 1951. എന്നാണ്? 1951 ആണ്. അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസ് എന്ന പേരു നൽകിയ വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ആരാ? ജവഹർലാൽ നെഹ്റു. ഏഷ്യൻ ഗെയിംസ് എന്ന് പേരു നൽകിയ വ്യക്തി ആരാണ്? ജവഹർലാൽ നെഹ്റു. ഏഷ്യൻ ഗെയിംസിന്റെ ആപ്തവാക്യം ഏത് എന്ന് ചോദിച്ചാൽ എപ്പോഴും മുന്നോട്ട്. ഏഷ്യൻ ഗെയിംസിന്റെ ആപ്തവാക്യം ഏതാണ്? എപ്പോഴും മുന്നോട്ട് എന്നാണ്. എപ്പോഴും മുന്നോട്ട്. ഇനി ഏഷ്യൻ ഗെയിംസിന് ഇന്ത്യ വേദിയായ വർഷങ്ങൾ നമ്മൾ പറഞ്ഞു. 1951, 1982. ഏതാണ്? 1951, 1982. അപ്പോൾ നോക്കിയോണം, ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ് നമ്മൾ പറയുകയാണ്. ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് ഗുരുദത്ത് സോന്തി. ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക നാമം ഏഷ്യാഡ്. ഔദ്യോഗിക നാമം ഏഷ്യാഡ്. ഏഷ്യൻ ഗെയിംസ് നടന്ന വർഷം 1951. നടന്ന വർഷം 1951. ഏഷ്യൻ ഗെയിംസ് എന്ന പേരു നൽകിയ വ്യക്തി ജവഹർലാൽ നെഹ്റു. ഏഷ്യൻ ഗെയിംസ് എന്ന പേരു നൽകിയ വ്യക്തി ആരാണ്? ജവഹർലാൽ നെഹ്റു. ഏഷ്യൻ ഗെയിംസിന്റെ ആപ്തവാക്യം എപ്പോഴും മുന്നോട്ട്. ഏഷ്യൻ ഗെയിംസിന്റെ ആപ്തവാക്യം ഏതാണ്? എപ്പോഴും മുന്നോട്ട്. ഏഷ്യൻ ഗെയിംസിന് ഇന്ത്യ വേദിയായ വർഷങ്ങളാണ് 1951, 1982. ഏഷ്യൻ ഗെയിംസിന് ഇന്ത്യ വേദിയായ വർഷങ്ങളാണ് 1951, 1982. ഓക്കെ. ഇനി അടുത്ത് പറയുന്നത് എന്താണ്?
ഏഷ്യൻ ഗെയിംസ് 4 വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത്. എത്ര വർഷത്തിലൊരിക്കൽ? 4 വർഷത്തിലൊരിക്കലാണ് എന്ത് നടക്കുന്നത്? ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് 4 വർഷത്തിലൊരിക്കലാണ്. 1951 മുതൽ 1978 വരെ ഏഷ്യൻ ഗെയിംസിനെ നിയന്ത്രിച്ചിരുന്ന സംഘടനയാണ് ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ. 1951 മുതൽ 1978 വരെ ഏഷ്യൻ ഗെയിംസിനെ നിയന്ത്രിച്ചിരുന്ന സംഘടനയാണ് ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ. ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ 1949 ആ സ്ഥാപനം നിലവിൽ വരുന്നത്. ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ 1949 നിലവിൽ വരുന്നത്. 1982 ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷനെ പിരിച്ചുവിട്ടു. 1982 ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷനെ പിരിച്ചുവിട്ടു. പകരം നിലവിൽ വന്ന സംഘടനയാണ് ഒളിമ്പിക് കൗൺസിൽ ഏഷ്യ. ഏതാണ്? ഒളിമ്പിക് കൗൺസിൽ ഏഷ്യ. ഏതാണ്? ഒളിമ്പിക് കൗൺസിൽ ഏഷ്യ. 1982 ഏഷ്യൻ ഗെയിംസിനെ പിരിച്ചുവിടുകയും അതിന് പകരം നിലവിൽ വന്ന സംഘടനയാണ് ഒളിമ്പിക് കൗൺസിൽ ഏഷ്യ. ഏതാണ്? ഒളിമ്പിക് കൗൺസിൽ ഏഷ്യ. ഓക്കെ, അപ്പോൾ നോക്കിയാൽ 1981 ഈ സ്ഥാപനം ഉണ്ട്. ഒളിമ്പിക് കൗൺസിൽ ഏഷ്യ നേരത്തെ ഉണ്ട് 81. 82 ഇതിനെ പിരിച്ചുവിട്ടു. അപ്പോൾ പിന്നെ നോക്കുന്നത് ആരാണ്? ഒളിമ്പിക് കൗൺസിൽ ഏഷ്യയാണ് പിന്നെ നോക്കുന്നത്. ഓക്കെ, മറക്കരുത്. അപ്പോൾ ഒന്നും കൂടെ പറയാം. ഏഷ്യൻ ഗെയിംസ് 4 വർഷത്തിലൊരിക്കൽ നടക്കുന്നു. 4 വർഷത്തിലൊരിക്കൽ നടക്കുന്നു. 1951 മുതൽ 1978 വരെ ഏഷ്യൻ ഗെയിംസിനെ നിയന്ത്രിച്ചിരുന്ന സംഘടനയാണ് ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ. 1951 മുതൽ 1978 വരെ ഏഷ്യൻ ഗെയിംസിനെ നിയന്ത്രിച്ചിരുന്ന സംഘടനയാണ് ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ. അതുപോലെ തന്നെ 1982 ഏഷ്യൻ ഗെയിംസിനെ പിരിച്ചുവിട്ടു. പകരം ആരാണ് നോക്കിയെന്ന് ചോദിച്ചാൽ ആരാണ്? ഒളിമ്പിക് കൗൺസിൽ ഏഷ്യയാണ് നിയന്ത്രിക്കുന്നത്. പകരം ആരാണ്? ഒളിമ്പിക് കൗൺസിൽ ഏഷ്യയാണ് നിയന്ത്രിക്കുന്നത്. ഓക്കെ, നോക്കിക്കണം, മറക്കരുത്. ഈ OCയുടെ ആസ്ഥാനം കുവൈറ്റ് ആണ്. ഒളിമ്പിക് കൗൺസിൽ ഏഷ്യയുടെ ആസ്ഥാനം ഏതാണ്? കുവൈറ്റ് ആണ്. ഒളിമ്പിക് കൗൺസിൽ ഏഷ്യയുടെ ആസ്ഥാനം ഏതാണ്? കുവൈറ്റ് ആണ്. നമ്മൾ എഴുതി. ഒളിമ്പിക് കൗൺസിൽ ഏഷ്യയുടെ ആസ്ഥാനം ഏതാണ്? കുവൈറ്റ്. ഏതാണ്? കുവൈറ്റ് ആണ്. ഇനി ഏഷ്യൻ ഗെയിംസിന്റെ ചിഹ്നം ഏതാണ്? ഏഷ്യൻ ഗെയിംസിന്റെ ചിഹ്നം ഏതെന്ന് ചോദിച്ചാൽ ഉദയസൂര്യൻ എന്നാണ്. ഏതാണ്? ഉദയസൂര്യൻ എന്നാണ്. ഏതാണ്? ഉദയസൂര്യൻ എന്നാണ്. കേട്ടാ? അപ്പൊ നോക്കിയോണം, ഇത് പറയുമ്പോൾ ഇങ്ങനെ പറയണം. ഉദയസൂര്യൻ എന്നാണ് PS തന്നിട്ടുള്ളത്. പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പറയേണ്ടത്. ചുവന്ന നിറത്തിലുള്ള 16 കിരണങ്ങളും, ചുവന്ന നിറത്തിലുള്ള 16 കിരണങ്ങളും മധ്യത്തിൽ വെളുത്ത വൃത്തവുമുള്ള ഉദയസൂര്യൻ. പരസ്പരം ബന്ധിപ്പിച്ച വളയങ്ങൾ എന്ന് പറയരുത് കേട്ടാ, അത് തെറ്റാണ് കേട്ടാ. പരസ്പരം ബന്ധിപ്പിച്ചു വളയങ്ങൾ എന്ന് പറയരുത്. PS തന്ന ഉത്തരം ഉദയസൂര്യൻ എന്നാണ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ ഒരു പൂർണ്ണത വേണം. അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ്. ചുവന്ന നിറത്തിലുള്ള 16 കിരണങ്ങളും മധ്യത്തിൽ വെളുത്ത വൃത്തവുമുള്ള ഉദയസൂര്യൻ. ഒന്നുകൂടെ പറയാം. ചുവന്ന നിറത്തിലുള്ള 16 കിരണങ്ങളും മധ്യത്തിൽ വെളുത്ത വൃത്തവുമുള്ള ഉദയസൂര്യൻ എന്നാണ് ഏഷ്യൻ ഗെയിംസിന്റെ ചിഹ്നം. മറക്കരുത്. ഏഷ്യൻ ഗെയിംസിന്റെ ചിഹ്നം ഏതാണ്? ചുവന്ന നിറത്തിലുള്ള 16 കിരണങ്ങളും മധ്യത്തിൽ വെളുത്ത വൃത്തവുമുള്ള ഉദയസൂര്യൻ. കേട്ടാ? പരസ്പരം ബന്ധിപ്പിച്ച വളയങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒളിമ്പിക്സിലോട്ട് പോവേണ്ടി വരും. ഒളിമ്പിക്സിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് പരസ്പരം കോർത്തിണക്കിയ 5 നിറങ്ങളുള്ള 5 വളയങ്ങൾ 5 ഭൂഖണ്ഡങ്ങളെ സൂചിപ്പിക്കുന്നു എന്നാണ്. ഓക്കെ, എന്നാൽ ഏഷ്യൻ ഗെയിംസിന്റെ ചിഹ്നം ഉദയസൂര്യൻ എന്നാണ് PS തന്നിരുന്നത്. ഒരു പൂർണ്ണത എന്താണ്? ചുവന്ന നിറത്തിലുള്ള 16 കിരണങ്ങളും മധ്യത്തിൽ വെളുത്ത വൃത്തവുമുള്ള ഉദയസൂര്യൻ എന്ന് പറയണം.